കൂട്ടുകാരെ, എല്ലാവർക്കും ടീച്ചേഴ്സ് വേൾഡ് ഓഫ് ഹാപ്പിനെസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കാം കേട്ടോ. ഇന്ന് ഞാനിവിടെ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് ഏർലി പ്രഗ്നൻസിയിൽ സംഭവിക്കുന്ന കുറച്ച് മാറ്റങ്ങളെ പറ്റിയിട്ടാണ്. ഇത് നിങ്ങളുടെ ഓരോ ശരീരഭാഗത്തിലും സംഭവിക്കുന്ന കാര്യങ്ങളെ എടുത്തെടുത്താണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പ്രഗ്നൻ്റ് ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓവുലേഷൻ കഴിഞ്ഞു, ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് ഈ ശരീരഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രഗ്നൻസി ഒരു പരിധി വരെ ഉറപ്പിക്കാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ അതാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ, നിങ്ങളുടെ സൈക്കോളജിക്കലായിട്ടുള്ള ഫാക്ടേഴ്സ് നമുക്ക് നോക്കാം. നിങ്ങൾ പ്രഗ്നൻസിയിലോട്ട് കടക്കുന്ന ഒരു സമയമാണെങ്കിൽ നിങ്ങൾക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. മൂഡ് സ്വിങ്സ് എന്ന് പറയുന്നത് പെട്ടെന്ന് ദേഷ്യം വരിക, പെട്ടെന്ന് സന്തോഷം വരിക, പെട്ടെന്ന് കരച്ചിൽ വരിക, ഇങ്ങനെയുള്ള നിങ്ങളുടെ സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങൾ. ഈ മൂഡ് സ്വിങ്സ് നിങ്ങളിലുണ്ടാകുന്നത് നിങ്ങളിൽ സംഭവിക്കുന്ന ഹോർമോണൽ ചേഞ്ചസിൻ്റെ ഭാഗമായിട്ടാണ്. ദെൻ രണ്ടാമത് നിങ്ങളുടെ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സിൽ ഉണ്ടാകുന്ന ഒരു ചേഞ്ച് എന്ന് പറയുന്നത് വിവിഡ് ഡ്രീംസ് എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക, ചിലപ്പോൾ പേടിപ്പെടുത്തുന്ന തരത്തിലുള്ള സ്വപ്നങ്ങൾ നമ്മൾ കാണും. അതുപോലെ തന്നെ നമുക്ക് ടെൻഷൻ അടിപ്പിക്കുന്ന തരത്തിലുള്ള സ്വപ്നങ്ങൾ, നിങ്ങൾ ഒട്ടും പ്രഡിക്റ്റ് ചെയ്യാത്ത തരത്തിലുള്ള സ്വപ്നങ്ങളൊക്കെ നിങ്ങൾ കണ്ടുവന്നിരിക്കും. ഇത് കുറച്ചൊരു എന്താ പറയുക, നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു കാര്യമല്ല, പക്ഷേ പ്രഗ്നൻസിയിൽ നടക്കുന്ന ഒരു കാര്യമാണ്. സൈക്കോളജിക്കൽ ടേമായിട്ട് ഇതിൽ പറയുന്നുണ്ട്. പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന്. ദെൻ മൂന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വഭാവത്തിൽ വരുന്ന ഗണ്യമായിട്ടുള്ളൊരു മാറ്റം. നമുക്ക് പെട്ടെന്ന് ക്ഷോഭം അനുഭവപ്പെടും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ദെൻ അടുത്തുണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് നിങ്ങളുടെ ഫുഡിൻ്റെ ഇൻട്രസ്റ്റിൽ വ്യത്യാസം വരും. ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ഭക്ഷണങ്ങൾ നിങ്ങൾക്ക് വേണ്ടാതെയാകും. അതുപോലെ തന്നെ വെറുത്തുകൊണ്ടിരുന്ന ഭക്ഷണങ്ങൾ, ഒട്ടും തന്നെ കഴിക്കാൻ താല്പര്യം ഇല്ലാതിരുന്ന ഭക്ഷണങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റായി മാറുകയും ചെയ്യും. ദെൻ അടുത്ത നിങ്ങളുടെ സൈക്കോളജിക്കൽ ഫാക്ടറിൽ വരുന്ന വ്യത്യാസം, നിങ്ങൾക്ക് ക്ഷീണം അനുഭവപ്പെടും. എപ്പോഴും ഒരു തളർച്ച, ഭയങ്കര ഒരു ആക്റ്റീവായിട്ടിരുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ പ്രഗ്നൻസിയുടെ സമയമാകുമ്പോൾ, അതായത് നിങ്ങൾക്ക് ഇംപ്ലാന്റേഷൻ കഴിഞ്ഞ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ക്ഷീണവും തളർച്ചയും ഒക്കെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. ഇത്രയുമാണ് നിങ്ങളുടെ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സിൽ വരുന്ന കാര്യങ്ങൾ. അടുത്തത് നിങ്ങളുടെ ഹെഡിൻ്റെ ഭാഗമായിട്ട് ബന്ധപ്പെട്ട ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഹെഡിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഫാക്ടേഴ്സാണ് ഹെഡേക്കും അതുപോലെ ഡിസിനസും. ഹെഡേക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ചിലവർക്ക് ആ ഏർലി പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ വളരെ അധികം തലവേദന അനുഭവപ്പെടാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. ഹോർമോണൽ ചേഞ്ചസ് സംഭവിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ തലവേദനകൾ അനുഭവപ്പെടുന്നത്. നമുക്ക് ഭയങ്കര ഒരു തലവേദന പെട്ടെന്ന് അനുഭവപ്പെടാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുപോലെ തന്നെ പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിങ് സ്റ്റേജിൻ്റെ സമയത്ത് തലകറക്കം ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക, പ്രഗ്നൻസിയുടെ ലക്ഷണങ്ങളാണോ എന്ന്. ദെൻ അടുത്തത് നിങ്ങളുടെ ബ്രസ്റ്റുമായിട്ട് സംബന്ധിച്ച ഫാക്ടേഴ്സാണ്. ബ്രസ്റ്റുമായിട്ട് സംഭവിച്ച ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ബ്രസ്റ്റിൻ്റെ ആ നിപ്പിളിൽ ഓരോ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. നിപ്പിളിൻ്റെ ആ ഭാഗം വിണ്ട് വരാനായിട്ട് തുടങ്ങും. അതുപോലെ നിപ്പിളിന് ആ ചുറ്റുമുള്ള ഭാഗം നല്ലപോലെ ഡാർക്കാവുകയും അതുപോലെ തന്നെ നിങ്ങളുടെ ആ നിപ്പിളിൽ കാണാൻ കഴിയുന്ന ആ ഒരു സ്കിന്നിൻ്റെ കളറോട് കൂടിയ ഭാഗത്ത് നിന്ന് നിങ്ങളുടെ വെയിൻ കൂടുതലായിട്ടും കാണാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ആ ചെസ്റ്റിൻ്റെ ഭാഗത്തൊക്കെ ആ ഗ്രീൻ കളറിലെ വെയിൻ പൊങ്ങി വരുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടും. ദെൻ ആ ഒരു ചുറ്റുമുള്ള ഭാഗത്തൊക്കെ നിങ്ങൾക്ക് എന്താ പറയുക, ഭാരം അനുഭവപ്പെടാനായിട്ട് തോന്നും. അതുപോലെ തന്നെ നമുക്ക് തൊടുമ്പോൾ തന്നെ വളരെയധികം വേദന അനുഭവപ്പെടുകയും ചെയ്യും. ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നത് പ്രഗ്നൻസിയുടെ ആ സ്റ്റാർട്ടിങ് സ്റ്റേജിലാണ്. കാരണം നിങ്ങളുടെ ഗർഭപാത്രം തയ്യാറാകുന്നത് പോലെ തന്നെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാനായിട്ട് നിങ്ങളുടെ കുഞ്ഞിനെ പരിചരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ബ്രസ്റ്റും ഒപ്പം തന്നെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ചേഞ്ചസ് നിങ്ങൾക്കുണ്ടാകുന്നത് നിങ്ങൾ ആ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാനായിട്ട് നിങ്ങൾ പ്രഗ്നൻ്റ് ആകുന്ന ആ ഒരു സമയത്തായിരിക്കും ഇത്തരത്തിലുള്ള ചേഞ്ചസ് ബ്രസ്റ്റിൽ അനുഭവപ്പെട്ട് തുടങ്ങുന്നത്. ദെൻ അടുത്ത നിങ്ങളുടെ ശരീരഭാഗം എന്ന് പറയുന്നത് കുടലാണ്. ഈ കുടലിൻ്റെ ഭാഗമായിട്ട് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് വരുന്നത് കോൺസ്റ്റിപ്പേഷൻ അനുഭവപ്പെടാം. കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നത് മലബന്ധം. ഇത് അനുഭവപ്പെടാനായിട്ടുള്ള കാരണം, നിങ്ങൾ പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് നിങ്ങളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം വളരെയധികം സ്ലോ ആയിരിക്കും. ഈ ഡൈജസ്റ്റീവ് സിസ്റ്റം നിങ്ങളുടെ സ്ലോ ആകുന്നതനുസരിച്ച് നിങ്ങളിൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകും. അതായത് മോഷൻ പോകാനായിട്ട് പിടുത്തം അനുഭവപ്പെടും.
ആ പിടുത്തം അനുഭവപ്പെടുന്നത് ചിലപ്പോൾ നിങ്ങളുടെ മോഷൻ മുഴുവൻ ബൗൾ മൂവ്മെൻറ്റിലായിരിക്കും പോകുന്നത്. ബോൾ പോലെ പോകുമ്പോഴേക്കും നമുക്ക് ഒറ്റയടിക്ക് അങ്ങനെ മോഷൻ പോകാതെ വരുമ്പോഴേക്കും അതിങ്ങനെ കെട്ടിക്കിടക്കുമ്പോൾ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധം അനുഭവപ്പെടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് ഹാർട്ട് ബേൺ എന്ന് പറയുമ്പോൾ നെഞ്ചരിച്ചിൽ. ഇത് അനുഭവപ്പെടാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിൽ ഡൈജഷൻ കറക്റ്റായിട്ട് നടക്കാതെ വരുമ്പോഴാണ് ഇതും അനുഭവപ്പെടുന്നത്. ഡൈജഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഭക്ഷണം ദഹിച്ച് പോകുന്നൊരു പ്രക്രിയ ഉണ്ടല്ലോ, അത് കറക്റ്റായിട്ട് നടക്കില്ല. കാരണം പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് നിങ്ങളുടെ ഈ ഡൈജസ്റ്റീവ് സിസ്റ്റം വളരെയധികം സ്ലോ ആയിട്ടായിരിക്കും പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ സ്ലോ ആയിട്ട് പ്രവർത്തിക്കുന്നത് വഴി നിങ്ങളിൽ ഹാർട്ട് ബേൺ ഉണ്ടാകാനും ഗ്യാസ് ട്രബിൾ ഉണ്ടാകാനും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. ഈ ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഭക്ഷണം ചുരുക്കി കഴിക്കുക. അതായത് 4 നേരം കഴിക്കുന്ന ഭക്ഷണം ഒരു 6 നേരം കൊണ്ട് കഴിച്ചു തീർക്കുക. അപ്പോൾ ഈ ഹാർട്ട് ബേൺ അനുഭവപ്പെടുന്നതും അതുപോലെ കോൺസ്റ്റിപ്പേഷൻ അനുഭവപ്പെടുന്നതും നിങ്ങൾക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. ദെൻ അടുത്തൊരു ശരീരഭാഗം എന്ന് പറയുന്നത് നമ്മുടെ അനാട്ടമിയാണ്. അതായത് നമ്മുടെ ജനനേന്ദ്രിയം ഉൾപ്പെടുന്ന ആ ഒരു ഭാഗം. അവിടെ അനുഭവപ്പെടുന്നതെന്ന് പറയുന്നത് നിങ്ങൾക്ക് മിസ്ഡ് പീരീഡ് ഉണ്ടാകും. നിങ്ങളുടെ പീരീഡ് മിസ്സാകും. ഒബ്വിയസ്ലി എല്ലാവർക്കും അറിയാമല്ലോ, നിങ്ങൾ പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് നിങ്ങളുടെ പീരീഡ് മിസ്സായി തുടങ്ങും. അടുത്ത് വരുന്ന ലക്ഷണം എന്ന് പറയുന്നത് സ്പോട്ടിംഗ് ആണ്. സ്പോട്ടിംഗ് എന്ന് പറയുമ്പോഴേക്കും ഞാൻ ഇന്നലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡിഫറെൻറ്റ് ടൈപ്പ് സ്പോട്ടിങ്ങിനെ പറ്റിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയത്ത് ഇംപ്ലാന്റേഷൻ നടക്കുമ്പോൾ ഇംപ്ലാന്റേഷൻ സ്പോട്ടിംഗ് അനുഭവപ്പെടാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ട്. ഇംപ്ലാന്റേഷൻ സ്പോട്ടിങ് എല്ലാവരിലും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷേ ഉണ്ടായി എന്ന് വിചാരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഉണ്ടായില്ല എന്ന് വിചാരിച്ചുകൊണ്ടോ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യവുമില്ല. അപ്പോൾ ഇതൊരു നിങ്ങളുടെ അനാട്ടമി ഭാഗത്തുണ്ടാകുന്ന ഒരു ചേഞ്ചാണ്. അടുത്തതെന്ന് പറയുന്നത് ആ ഒരു പ്രക്രിയ നടക്കുമ്പോൾ, ഇംപ്ലാന്റേഷൻ നടക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഭാഗത്തൊക്കെ വേദന അനുഭവപ്പെടും. നിങ്ങളുടെ അടിവയറിൻ്റെ ഭാഗത്തൊക്കെ വേദന, ഇംപ്ലാന്റേഷൻ ക്രാമ്പിംഗ് അനുഭവപ്പെടാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. ദെൻ അടുത്ത ആ ഒരു ഭാഗത്ത് സംഭവിക്കുന്നതെന്ന് പറയുന്നത് ഫ്രീക്വൻ്റ് ആയിട്ടുള്ള യൂറിനേഷൻ നിങ്ങളിൽ ഉണ്ടാകും. നിങ്ങളിൽ അനുഭവപ്പെടുന്ന ഹോർമോണൽ ചേഞ്ചസിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഫ്രീക്വൻ്റ് ആയിട്ടുള്ള യൂറിനേഷൻ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ഇതും പ്രഗ്നൻസിയുടെ ലക്ഷണങ്ങളാണ്. അടുത്തത് നിങ്ങളുടെ മസിൽസിൻ്റെ ഭാഗം എന്ന് പറയുമ്പോൾ മെയിനായിട്ട് നിങ്ങൾക്കൊരു വേദന അനുഭവപ്പെടുന്നത് നിങ്ങളുടെ ബാക്ക് ബോർഡിൻ്റെ ഭാഗത്താണ്. നിങ്ങളുടെ നട്ടലിൻ്റെ ഭാഗത്തായിട്ടായിരിക്കും. അതുപോലെ ഈ പുറം ഭാഗത്തൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് വേദന അനുഭവപ്പെടുന്നത്. ഇത് അനുഭവപ്പെടുന്നത് ഇതുപോലെ തന്നെ യൂട്രസ് ഗ്രോ ആകാനായിട്ട് തയ്യാറാകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് ആ ബാക്ക് ബോർഡിൻ്റെ ഭാഗത്തൊക്കെ വേദന അനുഭവപ്പെടുന്നത് കേട്ടോ. അടുത്തത് കുറച്ച് ഈ ഭാഗങ്ങളെല്ലാം മാറ്റി നിർത്തിയിട്ട് പിന്നെ നിങ്ങൾക്കുണ്ടാകുന്ന വ്യത്യാസം എന്ന് പറയുന്നത് നിങ്ങളിൽ വെയിറ്റ് ഗെയിൻ ഉണ്ടാകും. വെയിറ്റ് ഗെയിൻ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ശരീരവണ്ണം കൂടി തുടങ്ങും. അത് പ്രഗ്നൻ്റ് ആകുമ്പോൾ പലർക്കും ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ആ എയർലി സ്റ്റേജിൽ തന്നെ ചിലർക്ക് ശരീരവണ്ണം വെക്കാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. ദെൻ വേറൊരു സിംറ്റം എന്ന് പറയുന്നത് നിങ്ങളുടെ ബോഡി ടെമ്പറേച്ചർ കൂടും. ഈ ബോഡി ടെമ്പറേച്ചർ കൂടുമ്പോൾ പലരും തെറ്റിദ്ധരിക്കുന്നത് പനിയായിട്ടാണ്. അതായത് പനി പോലുള്ളൊരു ബോഡി ടെമ്പറേച്ചർ ഇൻക്രീസ് അല്ല നമ്മളിലുണ്ടാകുന്നത്. നമ്മളുടെ സാധാരണ ശരീര താപനില അനുസരിച്ച് കുറച്ചും കൂടി ഒന്ന് ടെമ്പറേച്ചർ കൂടും. അത് എല്ലാ സമയവും, ഒരു ദിവസത്തിൽ മുഴുവൻ സമയവും അത് ഉണ്ടാവില്ല, കുറച്ചൊരു നേരം മാത്രം. മെയിൻലി ഉണ്ടാവുന്നത് ഒരു സന്ധ്യ സമയമൊക്കെ ആകുമ്പോഴാണെന്ന് തോന്നുന്നു. എൻ്റെ കേസിൽ എനിക്ക് അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു നൈറ്റ് ടൈമൊക്കെ ആകുമ്പോൾ ചിലരിൽ ആ ബോഡി ടെമ്പറേച്ചർ ഇൻക്രീസ് ആവുകയും ചെയ്യും. അത് പ്രഗ്നൻ്റ് ആകുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാറ്റമാണ്. അതുപോലെ തന്നെ ചിലരിൽ പ്രഗ്നൻ്റ് ആകുന്നൊരു സമയത്ത് ഇൻ്റർകോഴ്സ് ചെയ്യാനായിട്ടുള്ള ആഗ്രഹങ്ങൾ കൂടുതലായിരിക്കും. അത് ഓവുലേഷൻ ടൈമിലും നിങ്ങൾക്ക് ഉണ്ടാകും. ഈ ഇൻ്റർകോഴ്സ് ചെയ്യാനായിട്ടുള്ള ആഗ്രഹം ഉണ്ടായതുകൊണ്ട് നിങ്ങൾ പ്രഗ്നൻ്റ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല കേട്ടോ. അപ്പോൾ ഇത്രയും സിംറ്റംസാണ് നിങ്ങളുടെ ഓരോ ശരീരഭാഗത്തിലും ഉണ്ടാവുന്നത്. ഈ സിംറ്റംസ് നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് പീരീഡ് മിസ്സായി കഴിഞ്ഞിട്ട് ഈ ലക്ഷണങ്ങളൊക്കെ കണ്ടുവരുന്നുണ്ടോ എന്ന് നോക്കുക. ഓരോ ശരീരഭാഗവും എടുത്തെടുത്ത് പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് എളുപ്പമാകുമെന്ന് വിശ്വസിക്കുന്നു. ഇത്രയധികം സിംറ്റംസ് നിങ്ങളിലുണ്ടെങ്കിൽ തന്നെയും പീരീഡ് മിസ്സായിട്ട് 15 ഡേയ്സ് കഴിഞ്ഞ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ പ്രഗ്നൻ്റ് ആണോ എന്ന് കൺഫേം ചെയ്ത് പറയാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ. അപ്പോൾ പീരീഡ് മിസ്സായിട്ട് ഒരു 2 വീക്സ് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. 2 വീക്സിന് ശേഷം ഏർലി മോർണിംഗിൽ യൂറിൻ എടുത്ത് നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുക.
ഫസ്റ്റത്തെ റിസൾട്ട് നെഗറ്റീവ് ആണെങ്കിൽ കൂടി തന്നെ പിറ്റേ ദിവസവും ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്യുക. ദെൻ എഗെയിൻ നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾ ലാബ് ടെസ്റ്റ് ചെയ്യുക. ദെൻ അതും നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങളുടെ പീരീഡ് ഇത്രയും ദിവസം ഡിലേ വന്നതുകൊണ്ട് നിങ്ങളൊരു ഗൈനക്കിനെ പോയി കാണുന്നതും നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയും ഉള്ളൂ നിങ്ങളുടെ പ്രഗ്നൻസി സിംറ്റംസിനെ പറ്റിയിട്ടുള്ള വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് മറ്റും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. പേഴ്സണലായിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മെയിൽ ID ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അതിലേക്ക് മെയിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.